ഗുരുദേവനെ പറ്റിയും ഗുരുദേവൻ്റെ ചിന്തകളെ പറ്റിയും ചില ആശയങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പ്രായമുള്ളവരത് പഠിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് കുട്ടികളോട് സംസാരിക്കുന്നത്. കേരളം ഭരിച്ചിരുന്ന ഒരു ജനവിഭാഗമാണ് ഇന്നത്തെ ഈഴവരും കുറവരും പുലയരും പറയരും. BC 2-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് കളബ്രർ എന്നൊരു ജനവിഭാഗം കുടിയേറി. കളബ്രർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ BC 300 ഭരണം അവസാനിപ്പിച്ച് അദ്ദേഹം ബിന്ദുസാറിന് ഭരണം കൊടുത്ത ശേഷം കർണാടകത്തിൽ വന്ന് കളപ്പാപ്പു ഹിൽസിൽ താമസിച്ചു. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമാണ് ചന്ദ്രഗിരി. ചന്ദ്രഗുപ്ത മൗര്യൻ താമസിച്ചതാണ് ചന്ദ്രഗിരി എന്ന് തന്നെ വിളിക്കുന്നത്. ആ മലയുടെ ഓപ്പോസിറ്റിലാണ് ശ്രാവണ ബെലോഗോള എന്ന് പറയുന്ന 66 മീറ്റർ പൊക്കമുള്ള ഗോമതേശ്വരൻ്റെ വിഗ്രഹമുള്ളത്, പ്രതിമയുള്ളത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൂടെ തെക്കോട്ട് വന്ന ജനവിഭാഗം അവിടെ നിന്ന് കേരളത്തിലേക്ക് BC 2-ാം നൂറ്റാണ്ടിലെത്തി. അവർ AD 1-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ കേരളം ഭരിച്ചു. അവരെയാണ് കളബ്രർ എന്ന് വിളിക്കുന്നത്. കാലഭൈരവൻ എന്ന വാക്കാണ് കളബ്രർ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ചരിത്രം ഗസറ്റിയർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കേരള ഡിസ്ട്രിക്ട് ഗസറ്റിയർ. അതിൻ്റെ അനക്സിൽ ഒരെണ്ണമാണ് കളബ്ര ഇൻഡറക്നം. അത് നിങ്ങൾ വായിച്ചാൽ അതിൻ്റെ ചരിത്രം മനസ്സിലാവും. അല്ലെങ്കിൽ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ, അത് 11,000 വോള്യങ്ങൾ എഴുതിയപ്പോൾ അതിൻ്റെ 4-ാം വോള്യത്തിൽ കൃത്യമായി കളബ്രറെ പറ്റി ഒരു ലേഖനം ചേർത്തിട്ടുണ്ട്. ഈ കളബ്രറുടെ സന്തതി പരമ്പരകളാണ് ഇന്നത്തെ ഈഴവരും കുറവരും പുലയരും എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ആദ്യത്തെ 2 തലമുറ ജൈനന്മാരായിരുന്നു. അതിനുശേഷം അവർ ബുദ്ധമതാനുയായികളായി മാറി. ആ കാലത്തെ ഏറ്റവും വലിയ രാജാവായിരുന്നു അച്യുത വികണ്ഠൻ. അച്യുത വികണ്ഠൻ ചേരന്മാരെ തോൽപ്പിച്ചു, പാണ്ഡ്യന്മാരെ തോൽപ്പിച്ചു, ചോളന്മാരെ തോൽപ്പിച്ചു, പല്ലവന്മാരെ തോൽപ്പിച്ചു. അദ്ദേഹം സിലോണിൻ്റെ വടക്കും കിഴക്കുമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തെക്കിൻ്റെ ഏറ്റവും വലിയ രാജാവായി മാറി. AD 646 കടുങ്ങോൺ എന്ന് പറയുന്ന പാണ്ഡ്യ രാജാവ് അച്യുത വികണ്ഠന് ശേഷം വന്നൊരു പിൻഗാമിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഈ കളബ്രറെ അടിച്ചമർത്തി. കുറവരെയും പറയരെയും പുലയരെയും അടിച്ചമർത്തി. അതുവരെ തിരുവനന്തപുരം ജില്ലയും അതിൻ്റെ തെക്കൻ പ്രദേശം ഭരിച്ചിരുന്ന പുലയന്മാരാണ്. പുലത്തിൽ താമസിക്കുന്നവൻ, കൃഷിഭൂമിയിൽ താമസിക്കുന്നവനാണ് പുലയൻ. കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയുടെ ഏരിയാസും ഭരിച്ചിരുന്നത് കുറവരായിരുന്നു. കുറവരെ നമ്മൾ വിളിക്കുന്ന പേര് സിദ്ധനർ എന്ന പേര് വരുന്നത് സിദ്ധാർത്ഥൻ എന്ന ബുദ്ധഭഗവാന്റെ കൂടെ പോയവരെ സിദ്ധാർത്ഥത്തെ വിളിച്ചു. ജൈനമതത്തിൽ വിശ്വസിച്ച് ജിനർ എന്ന് വിളിച്ചു. സിദ്ധാർത്ഥനും ജിനരും കൂടെ കയറുന്നതുകൊണ്ടാണ് ഈ കുറവന്മാരെ സിദ്ധൻ എന്ന് വിളിക്കുന്നത്. തിരുവനന്തപുരത്തെ പുലയന്മാരുടെ രാജാവ് ഭരിച്ചിരുന്നത് പുലയനാർ കോട്ട എന്ന സ്ഥലത്താണ്. പുലയന്മാരുടെ രാജാവായ പുലയനാർ എന്ന് വിളിച്ചു. അയാളുടെ കോട്ടയാണ് പുലയനാർ കോട്ട. ആക്കുളം ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അവിടെ ഉള്ളത്. നെടുമങ്ങാട്ടിലെ രാജവംശം പുലയ രാജവംശമായിരുന്നു. അവസാനത്തെ പുലയ രാജാവിനെ മഹാകാളിയനെ പരാജയപ്പെടുത്തി അവിടെ കീഴടക്കുകയായിരുന്നു ചരിത്രത്തിൽ. കൊല്ലവും പത്തനംതിട്ട മേഖല ഭരിച്ചിരുന്നത് കുറവരായിരുന്നു. മലനട കേന്ദ്രമായിരുന്നു അവരുടെ സ്ഥലം. ആരോ കുറവര് കൗരവരുമായി ബന്ധപ്പെട്ടവരാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ദുര്യോധനൻ്റെ വിഗ്രഹമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. അവിടെയാണ് വെടിക്കെട്ട് അവിടെ ഉണ്ടായത്. കൊല്ലത്തെയും പത്തനംതിട്ടയിലെ മിക്ക ദേവതകളും കുറവരാണ്. മലയാളപ്പുഴ ഭഗവതി കുറത്തിയാണ്. കൊടുങ്ങല്ലൂർ അമ്മ കുറത്തിയാണ്. സംഘകാല കൃതികളിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും രാജ്ഞിമാരെല്ലാം കുറവനും കുറത്തിയാണ്. അവിടുത്തെ ഏറ്റവും വലിയ എഴുത്തുകാരായിരുന്ന എഴുത്തുകാർ ഇളവൈനി കുറത്തിയാണ്. കുറുമകൾ ചാത്തി കുറത്തിയാണ്. ഇവരെല്ലാം കുറവന്മാരും കുറത്തികളാണ്. സംഘകാലത്തെ പ്രേമ കഥാപാത്രങ്ങളിൽ ഭൂരിപക്ഷവും. ഇവിടെ വന്ന് ചിലപ്പോൾ ഇളങ്കോ അടികളെന്ന് പറഞ്ഞാൽ ജൈനമതത്തിലെ പുരോഹിതനാണ്. അതുകൊണ്ടാണ് ഇളങ്കോ അടികൾ എന്ന് വിളിക്കുന്നത്. ചിലപ്പതികാരം കഴിഞ്ഞ് മണിമേഖല എഴുതി. ഈ കണ്ണകിയും അതിന് ശേഷം വന്ന മണിമേഖലയും രണ്ടും കുറത്തികളാണ്. എറണാകുളം ഏരിയ ഭരിച്ചിരുന്ന പണിയരായിരുന്നു. പാലക്കാട് ഏരിയ ഭരിച്ചിരുന്നവരാണ് പറയന്മാർ. അവരെ അവിടെ വിളിച്ച പേരാണ് വള്ളുവൻ. അവരുടെ രാജാവായിരുന്നു വള്ളുവ കോനാതിരി എന്ന് പറഞ്ഞ രാജാവ്. അങ്ങനെ ഈ രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോൾ അച്യുത വികണ്ഠൻ കുറച്ച് പേരെ സിലോണിൽ നിന്നൂടെ ഇങ്ങോട്ട് സൈന്യത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ഈഴം ദ്വീപിൽ നിന്ന് വന്ന ഒരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു. അവരാണ് ഈഴവർ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈഴവരുടെ ഒരു 10% ഉള്ളൂ ഈ ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന ഈഴവർ.
അവർ സൈന്യത്തിൽ ജോലി ചെയ്തുകൊണ്ട് അവരെ സേവകൻ എന്ന് വിളിച്ചു. മലബാറിൽ അവർ ചേകവരായി. ആരോമൽ ചേകവർ ഉൾപ്പെട്ട ചേകവന്മാർ. വടക്കൻ പാട്ടുകൾ തുടങ്ങുമ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പൂർവികർ ഈഴത്ത് നാട്ടിൽ നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞിട്ടാണ് വടക്കൻ പാട്ട് തുടങ്ങുന്നത്. ആ ചേകവൻ അല്ലെങ്കിൽ സൈന്യത്തിൽ സേവനം ചെയ്യുന്ന പട്ടാളക്കാരൻ എന്നുള്ള വാക്ക് തിരുവിതാംകൂറിലെത്തിയപ്പോൾ ഇവിടുത്തെ ബ്രാഹ്മണർ അതിനെ ചോവൻ എന്നാക്കി മാറ്റി. ചേകവനെ ചോവനാക്കി മാറ്റി. അത് ഈഴവരെ കളിയാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. ഞാനതിലോട്ടൊന്നും കടക്കുന്നില്ല. അങ്ങനെ AD 646 കടുങ്ങോൺ കള്ളപ്പറയെ പരാജയപ്പെടുത്തിയപ്പോൾ ഈഴവർക്കും കുറവർക്കും പുലയന്മാർക്കും അവരുടെ രാജ്യഭരണം പോയി. അങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്ന് അവർ ബ്രാഹ്മണരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. AD 640 കഴിഞ്ഞാണ് ബ്രാഹ്മണർ കേരളത്തിലെത്തുന്നത്. അപ്പോൾ മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന വാമന പരശുരാമൻ, ആ വാമന പരശുരാമൻ ഒരു സൈന്യവുമായി ഗവർണത്ത് വന്നിട്ട് കേരളം ആക്രമിച്ച് കീഴടക്കി. അതാണ് വാമനൻ മഹാബലിയെ തോപ്പിച്ചു എന്നൊരു കഥയുണ്ടാക്കിയത്. ഈഴവരുടെ പ്രസിദ്ധമായ രാജവംശമായിരുന്നു മാവേലി രാജവംശം. അതിൻ്റെ തലസ്ഥാനമാണ് മാവേലിക്കര. മാവേലിയുടെ കരയായിട്ടാണ് മാവേലിക്കര എന്ന് വിളിച്ചത്. ആ ഈഴവ രാജാവായിരുന്ന മാവേലിയെ മഹാഭാരതത്തിലെ മഹാബലിയാക്കി മാറ്റി കഥയിലുണ്ടാക്കിയ മാറ്റമാണ്. ആദ്യം കൊടുങ്ങല്ലൂർ പടനിലത്ത് ലോക്കൽ സൈന്യം പരാജയപ്പെട്ടു. രണ്ടാമത്തെ യുദ്ധം വാമനൻ 3 ചൂട് വെച്ച് കേരളം ലോകം പിടിച്ചിറക്കിയത്. ഒന്നാമത്തെ ചൂടെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ, രണ്ടാമത്തെ ചൂട് ഓച്ചിറ പടനിലത്ത് വെച്ച് യുദ്ധമായിരുന്നു. മൂന്നാമതായി സൈന്യം തെക്കോട്ട് മാറിയപ്പം കൊല്ലത്തിന് 12 കിലോമീറ്റർ തെക്ക് മൈനാടെന്ന സ്ഥലത്ത് വെച്ചിട്ട് യുദ്ധത്തിൽ ഈഴവ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ മയ്യത്തായിപ്പോയി, മരിച്ചുപോയി. അതുകൊണ്ടാണ് മയ്യനാടെന്ന സ്ഥലത്തെ വിളിക്കുന്നത്. ഇന്നും 80% ഈഴവ ഭൂരിപക്ഷമുള്ള മേഖലയാണ് ഈ മയ്യനാട്. അവിടെ നിന്ന് വാമന പരശുരാമൻ തെക്കോട്ട് പോയി. അങ്ങനെ ആക്കുളത്ത് വെച്ചാണ് യുദ്ധത്തിൽ പുലയ രാജാവിനെ മഹാകാളിനെ പരാജയപ്പെടുത്തുകയും മഹാകാളിയുടെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വാമന പരശുരാമൻ മുമ്പോട്ട് എടുത്തപ്പം ഈ നാടാന്മാരുടെ നേതാവായ പപ്പൻ, AD 4-ാം നൂറ്റാണ്ടാണ് നാടാന്മാർ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വരുന്നത്. അവരെ പരാജയപ്പെടുത്തി, അവരെ കൊന്നു. അങ്ങനെ അവിടെ നേതാവായ പപ്പനെ കൊന്ന സ്ഥലമാണ് പാപ്പനംകോട് എന്ന് പറഞ്ഞ സ്ഥലം. പപ്പനെ കൊന്നുകൊണ്ടാണ് പപ്പനംകോട് എന്ന് വിളിക്കുന്നത്. അവിടെ ഇപ്പോൾ KSRT ബസ് സ്റ്റാൻഡ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് വാമന പരശുരാമൻ തെക്കോട്ട് പോയി കന്യാകുമാരി ചെന്ന് ദേവിയെ തൊഴുതിട്ട് തിരിച്ചു വരുമ്പോൾ പരശുവയ്ക്കൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ പരശു താത്തു വെച്ചു. ഇപ്പോഴും നിങ്ങൾ പരശുവയ്ക്കൽ ക്ഷേത്രത്തിൽ പോയാൽ പരശുരാമൻ കൊണ്ടുവന്ന മഴു അവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് വാമന പരശുരാമൻ മേപ്പോട്ട് വരുമ്പോൾ വാമനപുരം സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. വാമനൻ മരിച്ചടക്കപ്പെട്ട സ്ഥലമാണ് വാമനപുരം എന്ന് വിളിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു വലിയ ആക്രമണത്തിൻ്റെ കഥയാണ്. ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി പുറകുവശത്ത് വാതിലൂടെ ഇറങ്ങുമ്പോൾ ആ വാതിലിൻ്റെ 2 സൈഡിൽ ഒന്നിൽ പുലയന്മാരുടെ നേതാവായിരുന്ന മഹാകാളിയെയും മറ്റേ കഥകിൻ്റെ മറ്റേ സൈഡിൽ പപ്പൻ്റെ പടവുമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇത് അശ്വരനാഥ് തമ്പുരാട്ടിയുടെ തുളസി കാലം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെ പടമാണ് അതിൻ്റെ ബാക്കിലുള്ളതെന്ന്. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ 1000 കൊല്ലം ഈഴവരും പുലയരും പറയന്മാരും കുറവരുമൊക്കെ അടിച്ചമർത്തപ്പെട്ടു. അങ്ങനെ 1000 കൊല്ലം അടിച്ചമർത്തിയ ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ് മഹാനായ ഗുരുദേവൻ്റെ വരവ്. ഗുരുദേവൻ്റെ വരവിനെ ചരിത്രപരമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് കുറേ കള്ളക്കഥയുണ്ടാക്കി ചരിത്രം തിരുത്തിയെങ്കിലേ ഒരു ദേശത്തെ ഭരിക്കാൻ പറ്റുള്ളൂ. 1819 അവർ ആദ്യമായി ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ടാക്കി. അതിനകത്താണ് ആദ്യമായി അവർ ഹിന്ദു എന്നൊരു വാക്ക് പ്രയോഗിച്ചത്. ഹിന്ദു, അതിനുമുമ്പ് ഹിന്ദു എന്നൊരു വാക്ക് ഇന്ത്യയിലില്ല. അത് ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റിയാക്കി മാറ്റി യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് അവർ ഒപ്പിച്ചത് 1819. 1839 ആയപ്പം അവരടുത്ത മതം സൃഷ്ടിച്ചു. അശോകൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ പ്രിൻസപ്പ് എന്നൊരാൾ വായിച്ചു. എന്നിട്ട് ബുദ്ധൻ്റെ പേരിലൊരു മതം ഉണ്ടാക്കി, ബുദ്ധിസം. ബുദ്ധഭഗവാൻ ഹിന്ദുക്കളുടെ ഒരു ആചാര്യനാണ്. ദശാവതാര കഥയുടെ 2 ലിസ്റ്റിൽ 1 ലിസ്റ്റിൽ ഭഗവാൻ കൃഷ്ണന് ശേഷം 9ാമത്തെ അവതാരം വരുന്ന ബുദ്ധനാണ്. അയോധ്യയിലെ ക്ഷേത്രത്തിൽ പ്രിയങ്കരനായ നരേന്ദ്രമോദി ദശാവതാരത്തിൻ്റെ ലിസ്റ്റ് കൊത്തിവെച്ചിട്ടുണ്ട്. അതിനകത്ത് ഭഗവാൻ കൃഷ്ണന് ശേഷം 9ാമത്തെ അവതാരം ബുദ്ധഭഗവാനാണ്. ഈ ബുദ്ധനെ പിടിച്ച് പുതിയ മതമാക്കി. 1946 ജൈനമതം പ്രത്യേകത സൃഷ്ടിച്ചു. 1856 ആയപ്പോൾ സിക്കിസം എന്നൊരു മതം ഉണ്ടാക്കി. സിക്കിസം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ്. അതിനെ പ്രത്യേക ഒരു മതമാക്കി. 4 മതത്തിൽ ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ചു. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ആ സമയത്താണ് മഹാനായ ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ 107 വർഷത്തിന് മുമ്പ് ജനിക്കുന്നത്. 1961 ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടാക്കി. ആ സൊസൈറ്റിയുടെ ഭാഗമായി ഇന്ത്യയെ
യുടെ പുസ്തകങ്ങളെ മാറ്റി എഴുതാൻ തുടങ്ങി. ശ്രദ്ധേയമായി മാറ്റി എഴുതി. ശൂദ്രൻ വേദം കേട്ടാലും ചെവിയിൽ 7 ഒഴുക്ക് ഒഴുക്കണം എന്ന് മനുസ്മൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശുദ്ധ കള്ളമാണ്, മനുസ്മൃതിയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ശംഭു മഹർഷി അധകൃതനായിരുന്നു, അതുകൊണ്ടാണ് അവൻ്റെ കഴുത്ത് വെട്ടിയെന്ന് ഉത്തരരാമായണം എന്നൊരു കൃതി വായിച്ചിട്ട് പറഞ്ഞുണ്ടാക്കി. ഹിന്ദുക്കളുടെ മഹാന്മാരായ നേതാക്കന്മാരെയൊക്കെ താഴ്ന്ന ജാതിക്കാരാക്കി മാറ്റി. 600 വർഷത്തിന് ബംഗാളിലൊരു രാമായണം എഴുതി. ആ രാമായണത്തിലാണ് ആദ്യമായി വാൽമീകി മഹർഷി ഒരു രത്നാകരൻ എന്ന് പറഞ്ഞ ഒരു പിടിച്ചുപറിക്കാരനായിരുന്നു, കൊള്ളക്കാരനായിരുന്നു എന്ന് എഴുതി വെച്ച് 600 കൊല്ലത്തിന് മുമ്പ്. അത് ബ്രിട്ടീഷുകാരെടുത്ത് അങ്ങോട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മധ്യ ഇന്ത്യയിലെ ഹിന്ദിയിലെ രാമായണം വന്നപ്പോഴേക്കും വാൽമീകി ഒരു കൊള്ളക്കാരനാണെന്ന് എഴുതി വെച്ചു. ജഗന്നാഥൻ 600 കൊല്ലത്തിന് മുമ്പ് മഹാരാഷ്ട്രയിൽ രാമായണം എഴുതിയപ്പോൾ അതിനകത്ത് വാൽമീകി ഒരു മുക്കുവനാക്കി മാറ്റി. ഇതൊക്കെ 600 കൊല്ലത്തിന് മുമ്പുണ്ടാക്കിയ കുഴപ്പമാണ്. മഹാനായ ഋഷിയായ വാൽമീകിയെ പിടിച്ച് താഴ്ന്ന ജാതിക്കാരനാക്കാൻ വേണ്ടിയുള്ള 3 ശ്രമങ്ങളാണ് 600 കൊല്ലത്തിന്. ഇത് ബ്രിട്ടീഷുകാരൻ്റെ എടുത്തിട്ട് അടിച്ച് പറത്താൻ തുടങ്ങി. അങ്ങനെ പുസ്തകങ്ങൾ പുനരാവിഷ്കരിച്ചു. അതിനുശേഷം 1881 ഒരു സെൻസസ് ഉണ്ടാക്കി, ബ്രിട്ടീഷുകാരൻ്റെ ആദ്യത്തെ സെൻസസ്. അതിൽ 4 ജാതിക്കാരുണ്ടായിരുന്ന ഇന്ത്യയെ 7642 ജാതികളാക്കി മാറ്റി. 7642 ജാതികൾ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ഒരു ജാതിയെ 158 ജാതിയാക്കി. അയ്യർ സെപ്പറേറ്റ്, അയ്യങ്കാർ സെപ്പറേറ്റ്, പട്ടർ സെപ്പറേറ്റ്, നമ്പൂരി സെപ്പറേറ്റ്, നമ്പൂരിപ്പാട് സെപ്പറേറ്റ്. ഉഗ്രം പരിപാടിയാണ്. 12% നായന്മാരെ 52 ജാതിയാക്കി മാറ്റി. 52 ജാതി. നായർ സെപ്പറേറ്റ്, കുറുപ്പ് പ്രസ്റ്റേറ്റ്, പിള്ള സെപ്പറേറ്റ്, പടക്കുറുപ്പ് വേറെ, പിന്നെ വല്ലിത്താൻ പ്രത്യേകം, താങ്കൾ പ്രത്യേകം, ഇങ്ങനെ ഉണ്ണിത്താൻ പ്രത്യേകം. 52 ജാതിയാക്കി. ഇതിൽ ശ്രദ്ധേയമായിട്ട് അവർ ഈഴവ വിഭാഗത്തെ ജാതിപരമായിട്ട് തിരിക്കാൻ തുടങ്ങി. തീയൻ സെപ്പറേറ്റ്, വല്ലുവൻ സെപ്പറേറ്റ്, ബില്ലുവൻ സെപ്പറേറ്റ്, ഈഴവൻ സെപ്പറേറ്റ്, ഈഴവൻ സെപ്പറേറ്റ്. ഈഴവരെ പിടിച്ചവർ 24 ജാതിയാക്കി. ഇങ്ങനെ ജാതിപരമായി ഇന്ത്യയെ ഭിന്നിപ്പിച്ച് 1881 1881 കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സായിപ്പ് ഒരു പണി പറ്റിച്ചു. അതാണ് മാക്സ് മുള്ളറെ കൊണ്ട് സേക്രഡ് ബുക്സ് ഓഫ് ദി ഈസ്റ്റ് പബ്ലിഷ് ചെയ്തു. മാക്സ് മുള്ളർ പറഞ്ഞു, കാസ്പിയൻ കടൽ തീരത്ത് നിന്ന് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നു. ആര്യന്മാർ വന്ന അവരുടെ സന്ധി പരമ്പരയാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയനും വൈശ്യനും. പിന്നെ യൂറോപ്പിലോട്ട് ഈവന്മാർ പോയി, അവരുടെ സന്ധി പരമ്പരയാണ് ജർമ്മൻകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും. അത് ഇന്ത്യയിലെ ബ്രാഹ്മണനും അപ്പർ കാസ്റ്റുകളും സായിപ്പിൻ്റെ കസിനാണെന്ന് കള്ളം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കഥ ഉണ്ടാക്കി വെച്ചത്. ആര്യ സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ജാതികളെ തിരിച്ചു. അങ്ങനെ ഇന്ത്യയെ കംപ്ലീറ്റായിട്ട് വിഭജിക്കുന്ന കാലഘട്ടത്തിലാണ് ഗുരുദേവൻ്റെ ജീവിതത്തിൻ്റെ 1ാം ഘട്ടം തുടങ്ങുന്നത്, 2ാം ഘട്ടത്തിൽ ആരംഭിക്കുന്നത്. ഗുരുദേവൻ്റെ ജീവിതം 4 ഘട്ടങ്ങളാണ്. 1855-56 ജനിച്ച ഗുരുദേവൻ 1888 അരുവിപ്പുറം പ്രദർശനം നടത്തുന്നവരെയാണ് ഗുരുദേവന് 1ാം ഘട്ടം. ബാല്യവും കൗമാരവും യൗവനവും വരുന്നൊരു കാലഘട്ടം. 1888 അരുവിപ്പുറം പ്രദർശനം തൊട്ട് 1903 SNDP ഫോം ചെയ്യുന്നവരെയാണ് ഗുരുദേവൻ്റെ ജീവിതത്തിൽ 2ാമത്തെ ഘട്ടം. 1903 തൊട്ട് 1915 വരെ 15 സർവമത സമ്മേളനത്തിൽ ആലുവയിൽ നടക്കുന്നവരെയാണ് 3ാം ഘട്ടം. 1915 സർവമത സമ്മേളനത്തിന് ശേഷം 1928 സമാധി ആവുന്നത് വരെയുള്ള കാലഘട്ടം ഗുരുദേവൻ്റെ 4ാമത്തെ ഘട്ടം. ഗുരുദേവൻ്റെ ജീവിതത്തിൽ 1ാം ഘട്ടം അവസാനിക്കുന്നത് 1888 അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. ഗുരുദേവൻ അന്ന് 32 വയസ്സ് കഴിഞ്ഞ് 31 വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തു കുരിശിലേറി തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് 33 വയസ്സിലാണ്. അലക്സാണ്ടർ ചക്രവർത്തി സാമ്രാജ്യം മുഴുവൻ പിടിച്ചെടുത്തിട്ട് മരിക്കുന്നത് 32-33 വയസ്സിലാണ്. മലയാളിയെ ജനിച്ചതിൽ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യർ സമാധിയാവുന്നത് 33 വയസ്സിലാണ്. മഹാന്മാരുടെയൊക്കെ മഹത്വത്തിൻ്റെ വ്യാപ്തി വരുന്നൊരു വർഷമാണ് 33 വയസ്സ്. ആ 33 വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. അവിടെ ഗുരുദേവൻ മഹത്തായൊരു സന്ദേശം എഴുതി. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാവണം. ഇവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരൻ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ബ്രിട്ടീഷുകാരനെ എതിർക്കാതെ തന്നെ വളരെ സുന്ദരമായി ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു, യുവമാരുടെ വേലയ്ക്കൊന്നും തലവെച്ച് കൊടുക്കരുത്, മതത്തിനും ജാതിക്കും അതീതമായി നമ്മൾ ഒന്നിക്കണം എന്ന വലിയ സന്ദേശം കൊടുത്തു. ആ അരുവിപ്പുറം സന്ദേശം കൊടുത്ത് അടുത്ത 15 വർഷം കൊണ്ട് ഗുരുദേവൻ വിഭജിക്കപ്പെട്ട ജനതയെ യോജിപ്പിക്കാൻ ശ്രമിച്ചു. തിരുവിതാംകൂറിലെ ഈഴവനെയും മലബാറിലെ തീയനെയും തമിഴ്നാട്ടിലെ ഈഴവ വംശത്തിൽപ്പെട്ട ആളുകളെയും
കർണാടകത്തിൽ ചെന്ന് ഈളുവ ബില്ലവ എന്ന 2 സെറ്റ്. ആ ഈളുവ സെറ്റിൽപ്പെട്ടതാണ് കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ബംഗാരപ്പ. ഈളുവൻ എന്ന് പറഞ്ഞാൽ ഈഴവൻ എന്നുള്ളതിൻ്റെ കന്നഡ പ്രൊണൗൺസിയേഷനാണ് ഈളുവൻ, ബില്ലവൻ. അങ്ങനെ ഈഴവ, തീയ, ബില്ലവ, ഈളുവ തമിഴ്നാട്ടിലെ കാസ്റ്റുകൾ, സിലോണിലെ ഈഴവർ, ഇവരെ എല്ലാം കൂടെ കൂർത്തിണക്കാൻ ഗുരുദേവന് കഴിഞ്ഞു. 1988 തൊട്ട് ഗുരുദേവൻ്റെ 2ാം ഘട്ടം മാറി 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പം 1903 ഗുരുദേവൻ്റെ ജീവിതത്തിന് 3ാം ഘട്ടം തുടങ്ങുന്നത്. SNDP സ്ഥാപിച്ചു. SNDP സ്ഥാപിച്ചപ്പോൾ 2 മുദ്രാവാക്യം അദ്ദേഹം കൊടുത്തു. ഒന്ന്, വിദ്യ കൊണ്ട് പ്രബുദ്ധരായിക്കൊള്ളണം. ഈഴവർക്കൊന്ന് പഠിക്കാൻ അവകാശമില്ല. ഈഴവരെ പഠിപ്പിച്ച് മുന്നേറാൻ വേണ്ടിയുള്ള വലിയൊരു പ്രോജക്റ്റ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നതിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ 20ാം നൂറ്റാണ്ടിൽ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, സംഘടിച്ച് ശക്തരാവണം. അതൊക്കെ വർഗങ്ങൾ സംഘടിക്കാതിരിക്കുന്നതുകൊണ്ടാണ് മറ്റവർ ഭരിക്കുന്നത്. കേരളത്തിലെ ബ്രാഹ്മണൻ 1% താഴെയാണ്. ആ 1% താഴെയുള്ള ബ്രാഹ്മണനാണ് ബാക്കിയുള്ളവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ വസ്തുവിൻ്റെ 80% ഈഴവൻ ബ്രാഹ്മണൻ്റെ കയ്യിലായി. ഈ ബ്രാഹ്മണനാണ് നായർ ഭവനങ്ങളിൽ വന്ന് നായർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്. ബ്രാഹ്മണൻ കാവൽ നിൽക്കുന്ന ആരാണ്? ഈ നായരാണ് കാവൽ നിൽക്കുന്നത്. നായരുടെ കാവലിലാണ് ബ്രാഹ്മണൻ വന്ന് നായർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്. ഈഴവ സ്ത്രീകളെ ബ്രാഹ്മണൻ ഉപദ്രവിക്കുന്നത് ഈ ബ്രാഹ്മണരുടെ 25 ഇരട്ടി ശക്തിയാണ് ഈഴവന്. പക്ഷേ അവൻ്റെ സൈന്യത്തിൽ ഈഴവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈഴവൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ ബ്രാഹ്മണന് ശക്തി കിട്ടിയത്. ഇത് ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കണം. സംഘടിച്ചാൽ മാത്രമേ ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധേയമായി. SNDP ഉണ്ടാക്കിയ ഗുരുദേവൻ നമുക്ക് 2 സന്ദേശം നൽകി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവണം, സംഘടിച്ച് ശക്തരാവണം. ആ സംഘടനാ ശക്തിയുടെ ഭാഗമായി ഗുരുദേവൻ ഈ മേഖലകൾ, സിലോൺ ഉൾപ്പെടെയുള്ള തമിഴ്നാടും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള വലിയ മേഖലകളിൽ പോയി സംഘടിച്ച് ശക്തരാക്കി. വിദ്യാഭ്യാസത്തിൻ്റെ വലിയ സോഴ്സസ് അങ്ങോട്ട് തുടങ്ങി. ഗുരുദേവൻ്റെ SNDP കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിദ്യാഭ്യാസം കൊടുത്തു. പാവപ്പെട്ടവനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഡോക്ടർ പൽപ്പുവും പിന്നീട് കുമാരനാശാൻ ഉൾപ്പെടെ വിദ്യാഭ്യാസമുള്ള അത്ഭുതം സൃഷ്ടിച്ച ആളുകളെ ഗുരുദേവൻ സൃഷ്ടിച്ചെടുത്തു. കുമാരനാശാനെ പോലെ SNDPയുടെ ആദ്യത്തെ പ്രസിഡൻ്റായി കുമാരനാശാൻ വരികയാണ്. ആ 2ാം ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞ് 3ാം ഘട്ടം അവസാനിക്കുന്നത് 1916. 1916 ആലുവ സമ്മേളനം ഉണ്ടാക്കി, സർവ്വമത സമ്മേളനം. അപ്പോൾ SNDP ഉണ്ടാക്കുന്ന വർഷം ശ്രദ്ധിച്ചോണം. വിവേകാനന്ദ സ്വാമി ലോകമെങ്ങും പോയി ഹിന്ദുമതത്തെപ്പറ്റി പ്രചരിപ്പിച്ച് അദ്ദേഹം മരിച്ചത് 1902. വിവേകാനന്ദ സ്വാമി മരിച്ച 6 മാസം കഴിഞ്ഞപ്പോഴാണ് SNDP ഫോം ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമി ഉണ്ടാക്കിയ പോലുള്ള ഒരു സർവ്വ ഉയർച്ച ഉണ്ടാക്കാൻ ഗുരുദേവന് കഴിയുകയാണ്. അടുത്ത ഘട്ടം എത്തിയപ്പോൾ ജോഗ്രാഫിക്കലി അവരെ യൂണിഫൈ ചെയ്തു. ജാതിപത ചിന്തകൾക്കെതിരെ അവരെ സംഘടിപ്പിച്ചു. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. 1916 ഗുരുദേവൻ 4ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് ആലുവയിലെ സർവ്വമത സമ്മേളനം. അവിടെ എത്തിയപ്പോഴേക്കാം ഗുരുദേവൻ കൊടുത്ത സന്ദേശം വളരെ പ്രധാനമാണ്. അരിവിപ്പുറത്ത് അദ്ദേഹം പറഞ്ഞു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന നാടാണിത്. പക്ഷേ ആലുവ സമ്മേളനത്തിൽ ഗുരുദേവൻ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതങ്ങൾക്കപ്പുറത്തായി മനുഷ്യനെ യോജിപ്പിക്കുന്ന വിശ്വസാഹോദര്യത്തിലേക്ക് എത്തി ഗുരുദേവൻ 1916. ആ 4ാം ഘട്ടത്തിൽ കയറിയ ഗുരുദേവൻ അതിനുശേഷം 12 വർഷം ജീവിച്ചിരുന്നിട്ട് 1928 ലോകം മുഴുവൻ വാൾ സ്ട്രീറ്റ് ക്രാഷ് ചെയ്യുന്ന സമയമായപ്പോൾ ഗുരുദേവൻ മഹാസമാധിയിലൂടെ ഇഹലോകം വിട്ട് സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ ഈ 4 ഘട്ടത്തിൽ കൂടെ പോകുന്ന ഗുരുദേവൻ്റെ ജീവിതം കൃത്യമായി പഠിച്ച് ഘട്ടം ഘട്ടമായി ഇത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ യുവജനം ശ്രദ്ധാപൂർവം ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗുരുദേവൻ 66 പുസ്തകം എഴുതി. 42 മലയാളം, ഏതാണ്ട് 18 തമിഴ്, പിന്നെ സംസ്കൃതം. ഒരാൾ ഒരു ഭാഷയിൽ കവിയാവാം, പണ്ഡിതനാവാം. പക്ഷെ ഗുരുദേവനെ പോലെ 3 ഭാഷകളിൽ പണ്ഡിതനാവുകയും 3 ഭാഷകളിൽ പുസ്തകം എഴുതാൻ പറ്റിയ വേറൊരു മലയാളി ഉണ്ടോ? ഇല്ല. ആ ഗുരുദേവൻ്റെ കൃതികൾ ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ യൂറോപ്പിൽ ചെന്ന് അദ്ദേഹം അത് 3 ഭാഷകളിൽ തർജ്ജമ ചെയ്തു. ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ. ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ അദ്ദേഹം പിന്നെ വർക്കല വേറൊരു വലിയ ആശ്രമമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു ഗുരുദേവൻ്റെ പഠനങ്ങൾ. ഞാൻ 2008 ഡൽഹിയിൽ ഒരു ലിറ്ററേച്ചർ കോൺഫറൻസിന് പോയി. അവിടെ ഒരു ഫ്രഞ്ചുകാരി വന്നു. അവൾ എന്നോട് പറഞ്ഞു, യു ഹാവ് എ ഗ്രേറ്റ് പോയറ്റ് കോൾഡ് എസ് എൻ ഗുരു ഇൻ കേരള. ഞാൻ പറഞ്ഞു, എസ് എൻ ഗുരു എന്നൊരു കവിയെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, വിച്ച് ബുക്ക് യു ആർ റെഫറിങ്? അപ്പോൾ അവൾ ഫ്രഞ്ച് ഭാഷയിൽ
ചിഞ്ചട ശതകം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗുരുദേവൻ എഴുതിയതാണ് ചിഞ്ചട ശതകം. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു എന്നുള്ളത് ഫ്രഞ്ചുകാർ എസ് എൻ ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പഠിക്കാവേ. ലോകമെങ്ങും ഗുരുദേവൻ്റെ 66 പുസ്തകങ്ങൾ വായിക്കുകയാണ്. അതിൽ 2 ഒഴിച്ച് ബാക്കി 64 എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഈ ചെറുപ്പക്കാരായ ആളുകൾ ഗുരുദേവൻ്റെ മഹത്തായ കൃതികളെടുത്തൊന്ന് വായിക്കണം. എവിടെയാണ് ഗുരുദേവൻ ഭാരതത്തിൻ്റെ ചിന്താസരണിയെ മാറ്റിമറിച്ചെന്ന് പഠിക്കണം. 2 ഗുരുദേവൻ്റെ ക്ഷേത്രങ്ങളാണ്. ഗുരുദേവൻ അരിവിപ്പുറത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ വെറൊരു കല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഗുരുദേവൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗുരുദേവൻ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണ് 32 ക്ഷേത്രം ഉണ്ടാക്കി. രണ്ടാമത് വരുന്ന ക്ഷേത്രങ്ങളിൽ ഗുരുദേവൻ്റെ പേര് നാരായണനാണ്, വൈഷ്ണവ പേരാണ്. പക്ഷേ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഭൂരിപക്ഷവും പരമശിവനാണ്. അങ്ങനെ ആ ക്ഷേത്ര പ്രതിഷ്ഠയിലുണ്ടാക്കിയ മാറ്റം കഴിഞ്ഞ് അവസാനം അദ്ദേഹം വിഗ്രഹമില്ലാത്ത ക്ഷേത്രം ഉണ്ടാക്കി. ഇന്ത്യ മുഴുവൻ വിഗ്രഹത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഗുരുദേവൻ ആ വിഗ്രഹത്തിനപ്പുറത്തായിട്ട് പോയി. ശങ്കരാചാര്യർ കാശിയിലെ പ്രസിദ്ധമായ പ്രാർത്ഥന കഴിഞ്ഞ് ശിവക്ഷേത്രത്തിൽ നിന്ന് വളയം വെക്കാണ്. ശങ്കരാചാര്യർ 9 ക്ഷമ ചോദിച്ചു. ലോകം മുഴുവൻ നിന്നിരിക്കുന്ന പരമശിവ, നീ ഈ ശിവലിംഗത്തിലുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മോട്ടിൽ നീ ക്ഷമിക്കണം. ലോകം മുഴുവൻ ഇരിക്കുന്ന പരമശിവ, അങ്ങ് ഈ ക്ഷേത്രത്തിലുണ്ടെന്ന് ഇതിനെ ഞാൻ ചുറ്റിയത്, എന്നോട് മാപ്പ് ചോദിക്കണം. ശങ്കരാചാര്യരുടെ 9 മാപ്പ് ചോദിപ്പുണ്ടല്ലോ. ഗുരുദേവൻ അവിടെ സുന്ദരമായി ക്ഷേത്രം പണിഞ്ഞു, ഒരു വിഗ്രഹമില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ഷേത്രത്തിലെത്തിയപ്പം ഗുരുദേവൻ അടുത്ത ഫോമിലോട്ട് മാറി, കണ്ണാടി പ്രതിഷ്ഠിച്ചു. കണ്ണാടി മനുഷ്യൻ ദൈവത്തെ നോക്കി അവിടെ ചെല്ലുമ്പം കണ്ണാടിയാണ് നോക്കിയാൽ കാണുന്ന ആരാണ്? ആ നിൽക്കുന്ന ഭക്തനാണ് അവിടെ കണ്ണാടി കാണുന്നത്. ഇത് ഇന്ത്യയുടെ ഫിലോസഫിയുടെ ഏറ്റവും പരമോന്നതമാണ്. തത്വമസി, ദൈവവും മനുഷ്യനും ഒന്നാണ് എന്ന വലിയ തത്വം. ശബരിമലയിൽ പോകുന്നൊരു ഭക്തൻ കരിമല കയറ്റം കഠിനം തന്നെ കയറി 1000 കിലോമീറ്റർ യാത്ര ചെയ്ത് ശരണം കൊത്തി വന്ന് 18-ാം പടി കയറി ചെല്ലുമ്പോൾ അയ്യപ്പൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. 1000 കിലോമീറ്റർ യാത്ര ചെയ്ത് കരിമല കയറ്റം കരിമനായപ്പോൾ കയറി ശരം കൊത്തി കയറി ഇറങ്ങി 18-ാം പടി കയറി വരുന്ന ഭക്ത, നീയും അകത്തിരിക്കുന്ന അയ്യപ്പനാകുന്ന ഞാനും ഒന്നാണ്. ഗുരുദേവൻ കണ്ണാടി പ്രശ്നം നടത്തി. ആരാണ് ദേവൻ? കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണുന്നു. ഭാരതത്തിന് തത്വമസി ആ കണ്ണാടി പ്രശ്നയുടെ ഗുരുദേവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഗുരുദേവൻ ഈ കേരളത്തിലുണ്ടാക്കിയ വലിയ മാറ്റം, 1200 കൊല്ലത്തിന് ശേഷം അടിച്ചമർത്തപ്പെട്ടൊരു ജനത ചാതുർവർണ്ണത്തിനെ പുറത്താക്കി ഈഴവനെ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനകത്ത് ഈഴവനെ പെടുത്തിയില്ല. അവനെ പഞ്ചവനാക്കി മാറ്റി, ഔട്ട്കാസ്റ്റാക്കി മാറ്റി. അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ കഴിഞ്ഞാൽ മനസ്സിലാവതല്ലോ. 1200 കൊല്ലം അടിച്ചമർത്തപ്പെട്ടൊരു ജനതയെ ഗുരുദേവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വിവേകാനന്ദ സ്വാമിയുടെ മരണത്തിന് ശേഷം ലോകം മുഴുവൻ അടുത്ത വിവേകാനന്ദ സ്വാമിയെ ഗുരുദേവൻ അറിയപ്പെട്ടു. അദ്ദേഹം 3 ഭാഷകൾ 66 പുസ്തകം എഴുതി മഹത്തായ ഭാരത സംസ്കാരം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു. ഈ വലിയ മാറ്റങ്ങളെ മനസ്സിലാക്കി ഇന്നത്തെ യുവജനത ഗുരുദേവനെ മനസ്സിലാക്കണം. ഞാൻ ഗുരുദേവനെ പറ്റി പ്രസംഗിക്കാൻ തുടങ്ങിയ 3 മണിക്കൂറാലും തീർന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ യുവജനങ്ങൾ ഗുരുദേവനെ പറ്റി പഠിക്കാൻ ഈ 170ാമത്തെ ജന്മദിനം ആഘോഷങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ. മഹാനായ ഗുരുദേവൻ്റെ പാഠങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇടവരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.